എത്ര പഴകിയ അസിഡിറ്റിയും ആയിക്കോട്ടെ, ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഒന്നാമതായിട്ടുള്ള കാര്യം, ദിവസേന ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു സമയം വേർതിരിച്ച് വ്യായാമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെറിയ വ്യായാമം മതി, നടത്തമാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു അരമുക്കാൽ മണിക്കൂർ നിങ്ങൾക്ക് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒരു സമയം മാറ്റിവെച്ച് അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് നടക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും. പലപ്പോഴും ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ, അധികം ശരീരത്തിൽ വ്യായാമം ഒന്നും ചെയ്യാത്തവരിലും കണ്ടുവരുന്ന അസിഡിറ്റി പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കും. കാരണം നമ്മൾ വ്യായാമം നമ്മുടെ ശരീരത്തിലെ ഗട്ടിൻ്റെ മോട്ടിലിറ്റിയൊക്കെ ശരിയായ രീതിയിൽ നടക്കുകയും ആവശ്യമില്ലാണ്ട് മലബന്ധമൊന്നും ഉണ്ടാവാതെ അസിഡിറ്റി ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും അല്ലെങ്കിൽ അത് പരിഹരിച്ചെടുക്കാനും ഇത് നമ്മളെ സഹായിക്കും. രണ്ടാമതായിട്ടുള്ള കാര്യം, ഭക്ഷണത്തിൽ ഇഞ്ചി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇഞ്ചി നീരായിട്ടും അല്ലെങ്കിൽ മറ്റു രീതികളിലും ഇഞ്ചി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ, പ്രത്യേകിച്ച് വയറിൻ്റെ ഉള്ളിലുള്ള നീർക്കെട്ടുകൾ, പുണ്ണുകൾ, അൾസറുകളൊക്കെ ഭേദമാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇഞ്ചിയിൽ നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകളൊക്കെ വേഗത്തിൽ പരിഹരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഒന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രോബയോട്ടിക് ഫുഡ് കഴിക്കുക. പഴങ്കഞ്ഞി ആയിക്കോട്ടെ, അതുപോലെ കേട്, യോഗേട്ട്, അതുപോലെ സോർക്കേട്ട്, ഇതെല്ലാം പ്രോബയോട്ടിക് കണ്ടന്റ് അടങ്ങിയ ഫുഡ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ കുടലിൽ അത് നമ്മൾ കഴിക്കുമ്പോൾ കുടലിൽ നല്ല രീതിയിൽ നല്ല ബാക്ടീരിയകളുടെ എണ്ണം നല്ല രീതിയിൽ വർദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ ദഹനം നല്ല രീതിയിൽ നടക്കുകയും നമുക്കുണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾ കൊണ്ട് കുടലിലെ ചീത്ത ബാക്ടീരിയകൾ ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ, പൊളിച്ചതി കെട്ടൽ, അതുപോലെ താരൻ, മുടികൊഴിച്ചിൽ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ചെടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇത് പലപ്പോഴും കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും, എന്നാലും പലരും ചെയ്യാത്തൊരു കാര്യമാണ്, ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഒരു അഡൽട്ടായ ഒരു വ്യക്തി, പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഒരു 2 തൊട്ട് 3 ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം കുടിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ആവശ്യത്തിന് കിട്ടുന്നില്ലെങ്കിൽ ശരീരത്തിൽ നിർജ്ജലീകരണം വരികയും അതുകൊണ്ട് തന്നെ ശരീരത്തിൽ കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഉണ്ടാകുകയും ചീത്ത ബാക്ടീരിയകൾ കുടലിൽ ഓവറായിട്ട് ഉണ്ടാവുകയും അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അഥവാ ദഹന പ്രശ്നങ്ങളും മറ്റ് അനുബന്ധ പ്രയാസങ്ങളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഓരോരുത്തർക്ക് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണം, പ്രത്യേകിച്ച് കുടലിനും അല്ലെങ്കിൽ ഗട്ടിന് സെൻസിറ്റിവിറ്റി മൂലം അലർജിക്കായിരിക്കുന്ന ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് അത് ഇപ്പം ചിലവർക്കത് ചില പഴങ്ങളായിരിക്കാം, ചിലവർക്ക് പാലായിരിക്കാം, ചിലവർക്ക് ചില കടല, പരിപ്പ്, നട്ട്സൊക്കെ ആയിരിക്കാം. അതെന്താണെന്ന് കണ്ടെത്തി ബുദ്ധിമുട്ട് കൂട്ടുന്ന ഭക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ്, ചിലവർക്കത് ഗ്ലൂട്ടിൻ ഇൻടോളറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴായിരിക്കാം. എന്തുതന്നെയായിരുന്നാലും അത് കണ്ടെത്തി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പരമാവധി അവോയ്ഡ് ചെയ്യുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർ തുടർച്ചയായിട്ട് വീണ്ടും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വീണ്ടും നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിൽ ഇതുപോലെ നീർക്കെട്ടുകൾ, അതുപോലെ അസിഡിറ്റി അല്ലെങ്കിൽ അൾസർ പോലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ട് വിട്ടുമാറാത്ത അസിഡിറ്റി അതുകൊണ്ടുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അസിഡിറ്റി ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഫോളോ ചെയ്യുക. പ്രത്യേകിച്ച് ഒരു 1-2 മാസം ഒരുമിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ദഹന പ്രശ്നങ്ങൾ നല്ല രീതിയിൽ പരിഹരിച്ചെടുക്കാൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കും.